ഹലോ. കഴിഞ്ഞ ദിവസമേ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നു കേട്ടോ. അവൻ നോർമലി അങ്ങനെയുള്ള ഒരാളല്ല, അവൻ ഭയങ്കര എനർജറ്റിക്കാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എന്താടാ മോനെ, എന്തു പറ്റി? അപ്പോൾ അവൻ്റെ ഫ്രണ്ട്, അവൻ്റെ അടുത്തിരുന്ന കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, മാം ഹീ ഈസ് ഇൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഡു യു നോ വാട്ട് ഈസ് മീൻ ബൈ ഡിപ്രഷൻ? അപ്പോൾ എൻ്റെ കുട്ടികൾ കോമൺ ആയിട്ട് പറഞ്ഞൊരു ആൻസർ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള സാഡ് ഫീലിങ്ങിനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്നാണ് കേട്ടോ. സോ ഐ തോട്ട് ഓഫ് ഡിസ്കസിങ് ദാറ്റ് വിത്ത് യു. അതായത് നമ്മൾ ഇന്ന് ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും നോർമലൈസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. എൻ്റെ കുട്ടികൾ പറഞ്ഞ പോലെ ഒരു സാഡ് ഫീലിങ്ങിനെയോ മെൻ്റൽ ബ്രേക്ക് ഡൗണിനെയോ ഒക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ്. പക്ഷേ നമ്മളിൽ പലരും ഇതിൻ്റെ ആക്ച്വൽ മീനിങ് മനസ്സിലാക്കിയിട്ടല്ല ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന മൂഡ് സ്വിങ്, അതുമല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, അതായത് ഒരു ബ്രെയിൻ ഫോഗ് പിടിപെട്ട മാതിരി ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതേപോലെ തന്നെ ഫിസിക്കൽ ഫെറ്റീഗ്, നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള തളർച്ചയും ക്ഷീണവും ഒക്കെ തോന്നുന്ന, ഇതിൻ്റെ ഏറ്റവും സങ്കീർണമായൊരു ഘട്ടത്തിൽ ആത്മഹത്യയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ പോലും ചിന്തിച്ചു പോയേക്കാവുന്ന ഏറ്റവും ഭീകരമായൊരു മാനസിക അവസ്ഥയെയാണ് നമ്മൾ ഡിപ്രഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ നമ്മൾ ആക്ച്വലി ഇന്നത്തെ കാലത്ത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചെറിയ മൂഡ് സ്വിങ്ങിനെ പോലും ഡിപ്രഷൻ എന്ന പേരിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യുമ്പം ഈ ഡിപ്രഷനും മൂഡ് സ്വിങ്ങും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു മലയാളി ആക്ട്രസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അവരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഡിപ്രഷനാണ്, ഇവർക്കൊക്കെ എന്തിരുന്നിട്ടാണ് ഈ ഡിപ്രഷൻ, എന്തുകൊണ്ടാണ് ഡിപ്രഷൻ എന്നൊക്കെ. പക്ഷേ അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. കാരണം അവർ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിലോ ചുറ്റുപാടുകളിലോ അല്ല ഇപ്പോൾ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ജീവിച്ചു വരുന്നത്. ഏറ്റവും കൂടുതൽ ഒരു സെൽഫ് ഡൗട്ടിൻ്റെയും ഒന്നിലും ഒരു കോൺഫിഡൻസ് കിട്ടാത്തൊരവസ്ഥയും, അതേപോലെ ഭയങ്കരമായിട്ടുള്ള കമ്പാരിസൺ, സോഷ്യൽ മീഡിയ പ്രഷർ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള കമ്പാരിസണും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെയൊക്കെ ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അവരിൽ കണ്ടുവരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ചിലപ്പം ഒരു ചേർത്ത് പിടിക്കലിലൂടെ അല്ലെങ്കിൽ ഒരു ചെറിയ വാക്കുകൊണ്ടുള്ള സപ്പോർട്ടിലൂടെ അവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും സാധിച്ചേക്കാം. കാരണം ഈ മനസ്സ് എന്ന് പറയുന്നത് ഒരു കുതിരയാണ്. അതിൻ്റെ കയറ് നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാലേ പിന്നെ തിരിച്ചു പിടിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഡിപ്രഷൻ യൂസ് ചെയ്യുമ്പോൾ അതത്ര ഈസി ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയല്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ വേണം നമ്മൾ ആ വാക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. കാരണം അതിലൊരിക്കലും പെട്ടുപോയാൽ ഒരു ചുരുളി പോലെയാണ്, തിരിച്ചു വരവ് കുറച്ച് പാടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.